കാഷ്വാലിറ്റിയിലേക്ക് നടക്കുമ്പോൾ അയാളുടെ കാലുകൾ വിറച്ചിരുന്നു. തളർന്നു തുടങ്ങിയ കാലുകളെ വലിച്ചുകൊണ്ട് അയാൾ നടന്നു. മിഴിയുടെ ടീച്ചറെ കണ്ടപ്പോൾ അയാൾ ഓടിപ്പടിഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്നു. എന്താ എന്താ എന്റെ കുഞ്ഞിന് പറ്റിയത്, നിങ്ങളൊന്ന് പറയോ? അയാളുടെ സ്വരം വിറച്ചിരുന്നു. സാറ് ടെൻഷൻ ആവേണ്ട, കുട്ടികൾ കളിക്കുമ്പോൾ ഇതിലൊന്ന് വീണു. തലയിൽ ചെറുതായിട്ടൊരു പൊട്ടലുണ്ട്, സ്റ്റിച്ചിട്ടുണ്ട്. പിന്നെ കയ്യിലും കാലിലും കുറച്ച് വരച്ചില്ല. മാഡത്തിന് ഒരുപാട് വിളിച്ചു, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതാണ് സാറിനെ വിളിച്ച്. ഈശ്വര, എന്റെ മോള്. അയാൾ തളർച്ചയോടെ കസേരയിലിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇറങ്ങി വന്നു. ഡോക്ടർ, എന്റെ മോള്. പ്രഭാകരൻ ധൃതിയിൽ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. ഹേയ്, റിലാക്സ്, ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പെട്ടെന്നുണ്ടായ ഷോക്കിലൊന്നും പേടിച്ചാണ്. മുറിവ് ഡ്രസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ പോകാം, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡോക്ടർ അയാളുടെ തോൾ തട്ടി മുന്നോട്ട് നടന്നു. പ്രഭാകരൻ ആശ്വാസത്തോടെ അകത്തേക്ക് കയറി. തലയിൽ ഒരു കെട്ടുമായി ബെഡിൽ കിടക്കുന്ന മിഴിയെ കണ്ട് അയാളുടെ നെഞ്ച് വിങ്ങി. അപ്പൂപ്പ, മിഴി വിതിമ്പിക്കൊണ്ട് വിളിച്ചു. എന്താടാ കണ്ണ? ഒന്നുമില്ല കേട്ടോ, അപ്പൂപ്പനുണ്ടടുത്ത്. വേദനിക്കുന്നുണ്ടോ പൊന്നെ? അയാൾ അവിടെ നെറ്റിൽ അരുമയായി തലോടിക്കൊണ്ട് ചോദിച്ചു. ഇവിടെ പിന്നെ ഇവിടെയൊക്കെ വേദനിക്കുന്നുണ്ട്. കുഞ്ഞിച്ചുണ്ടൽ പുറത്തേക്ക് കുന്നിക്കൊണ്ടവൾ പറഞ്ഞു. ഇപ്പൊ മാറും, എന്റെ മോള് വിഷമിക്കണ്ട, നമുക്ക് വീട്ടിൽ പോവാം. ആ നിറഞ്ഞ കുഞ്ഞിക്കണ്ണുകൾ തുടച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അപ്പൂപ്പനും കയ്യെന്താറ്റോ? അയാളുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് മിഴി പറഞ്ഞു. അവളുടെ കവിളിൽ മൃദുവായി തലോടി അയാൾ ഇരുന്നു. അപ്പോഴേക്ക് നേഴ്സ് വന്ന് ഡിസ്ചാർജ് ഷീറ്റ് കൊടുത്തു. സ്കൂളിലെ ടീച്ചേഴ്സും വന്നു. പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരോട് തിരികെ പോയിക്കൊള്ളാൻ അയാൾ പറഞ്ഞു. അപ്പൂപ്പ, എനിക്ക് പപ്പനെ കാണണം, മിഴി സങ്കടത്തോടെ പറഞ്ഞു. ഇപ്പൊ നമുക്ക് വീട്ടിൽ പോവാം, പപ്പ അങ്ങോട്ട് വരും. പപ്പേനെ അപ്പൂപ്പം വിളിക്കാട്ടോ. അയാൾ അവളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു. വേണ്ട, എനിക്ക് ഇപ്പൊ പപ്പേനെ കാണണം, എനിക്ക് പപ്പയുടെ അടുത്ത് പോയാ മതി, അവൾ അലറിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു. മിഴിയുടെ വാശിക്ക് മുന്നിൽ പ്രഭാകരൻ നിസ്സഹായനായി. സാധാരണ അവൾ ഒരു കാര്യത്തിൽ വാശി പിടിക്കാത്തതാണ്. പക്ഷെ എന്തെങ്കിലും കാര്യത്തിൽ വാശി കാണിച്ചാൽ അത് നടത്തിയെടുക്കും. ശരി, ഞാൻ ലച്ചുവിനെന്ന് വിളിച്ചു നോക്കട്ടെ. അതും പറഞ്ഞ് അയാൾ ഫോണെടുത്ത് ലച്ചുവിനെ വിളിച്ചു. പക്ഷെ ഒരുപാട് റിങ് ചെയ്തിട്ടും ആരും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഡെന്നിയുടെ ഫോണിൽ ഇത് തന്നെ അവസ്ഥ. അവസാനം രണ്ടു കൽപ്പിച്ച് ഡെന്നിയുടെ ഓഫീസിൽ പോകാൻ തീരുമാനിച്ചു. വാശി പിടിച്ച് വല്ലതും വരുത്തി വെക്കുമെന്ന പേടിയായിരുന്നു അയാൾക്ക്. അപ്പൂപ്പ, പപ്പേനെ കാണണം, പപ്പേ, മിഴി കരഞ്ഞുകൊണ്ടിരുന്നു. കരയണ്ട കേട്ടോ, നമുക്ക് പോകാൻ പപ്പയുടെ അടുത്ത്. എന്റെ മോള് കണ്ണുടക്ക്. അയാൾ അവളുടെ മുഖം തുടച്ചുകൊണ്ട് അവൾക്ക് വേദനിക്കാത്ത രീതിയിൽ എടുത്തു. പാർക്കിങ്ങിലെത്തി വന്ന കാലത്ത് തന്നെ ഡെന്നിയുടെ ഓഫീസിലേക്ക് വിട്ടു. കോൺഫറൻസ് ഹാളിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന ഡെന്നിയുടെ മുമ്പിൽ എല്ലാവരും തലകുനിച്ച് നിന്നു. തെറ്റ് തങ്ങളുടെ ഭാഗത്താണെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. തങ്ങളുടെ അശ്രദ്ധ കാരണമാണ് ഈ ഡീൽ നടക്കാത്തെന്ന ചിന്ത അവരുടെ തല താഴ്ത്തി. സോ ഇതിൽ എന്ത് എക്സ്ക്യൂസാണ് നിങ്ങൾക്ക് തരാനുള്ളത്? പ്ലീസ് എക്സ്പ്ലെയിൻ. ഡെന്നി കൈകെട്ടിന്നോട് ചോദിച്ചു. അവന്റെ മുറുകുന്ന ഞരമ്പുകൾ ഉള്ളിലെ ദേഷ്യം വിളിച്ച് കാണിക്കുന്നതായിരുന്നു. ലച്ചു ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. അവൾ അവന്റെ ദേഷ്യത്തിനുള്ളിൽ പകച്ചുപോയി. ജെറി, അനു, അഞ്ജലി, അഭിനവ്, നിങ്ങൾക്കായിരുന്നു ഈ വർക്കിന്റെ മുഴുവൻ ചുമതല. ഇത്രയും ലോസ് ഈ കമ്പനിക്ക് ഉണ്ടാകാൻ കാരണം നിങ്ങളാണ്. എന്ത് ന്യായീകരണ ഇതിൽ തരാനുള്ളത്? അവൻ അവരെ നോക്കി ചോദിച്ചു. നാലുപേർ എഴുന്നേറ്റ് തലയാഴ്ത്തി നിന്നു. ഇങ്ങനെ ഭൂമിദേവിയെ കുമ്പിട്ട് നിൽക്കാതെ ഐ നീഡ് ആൻ ആൻസർ. ടേബിളിൽ ശക്തി അടിച്ചുകൊണ്ട് അവൻ അലറി. അവന്റെ അലർച്ചയിൽ തന്നെ അവിടെയുള്ളവരുടെ കിളി രാജ്യം വിട്ടിരുന്നു. സർ, സോറി സർ, തെറ്റ് ഞങ്ങളുടെ ഭാഗത്താണ്. അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ജെറി അവനെ നോക്കി പറഞ്ഞു. എങ്ങനെ എങ്ങനെ തിരുത്തും നിങ്ങൾ? അതുകൂടെ പറയണം. അവൻ ഗൗരവം വിടാതെ ചോദിച്ചു. സർ, ഞങ്ങൾ ജെറി നിന്ന് വിക്കി. വെറുതെ വായ കൊണ്ട് പറഞ്ഞാ പോരാ, എങ്ങനെ തിരുത്തുമെന്ന് വ്യക്തമായി പറയണം. കമോൺ, സ്പീക്ക് അപ്പ് മാൻ. ഡെന്നി ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. അവരുത്തരമില്ലാത്ത അലകുമ്പിട്ടിരുന്നു. ഇതേ സമയം പ്രഭാകരൻ മിഴിയും കൊണ്ട് ഡെന്നിയുടെ ഓഫീസിന് മുമ്പിലെത്തി. മെല്ലെ അവളെ എടുത്തു. റിസപ്ഷനിൽ ചെന്ന് അന്വേഷിക്കാൻ നീട്ടി അയാൾ അവിടേക്ക് ചെന്നു. എക്സ്ക്യൂസ് മീ, മിസ്റ്റർ ഡെന്നീസിനൊന്ന് കാണുമായിരുന്നു. റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകൊച്ച് ആ ചോദ്യം കേട്ട് പ്രഭാകരനെയും കയ്യിലിരിക്കുന്ന മിഴിമോളെയും മാറി മാറി നോക്കി. അപ്പോയിന്റ്മെന്റ് ഉണ്ടോ സർ? ഇല്ല, ബട്ട് ഞങ്ങളാണെന്ന് പറഞ്ഞാൽ മതി, കുറച്ച് അർജന്റ് ആയിരുന്നു. സോറി സർ, അപ്പോയിന്റ്മെന്റിലാ കാണാൻ പറ്റില്ല. മാത്രമല്ല സാർ ഇപ്പൊ ഒരു മീറ്റിംഗിലാണ്, ഒന്ന് വെയിറ്റ് ചെയ്യൂ, ആ പെൺകുട്ടി വിനീതമായി പറഞ്ഞു. അപ്പൂപ്പ. അത് കേട്ടതും മിഴി വിതുമ്പലോടെ വിളിച്ചു. മോളൊന്ന് ചെന്ന് പറയൂ ഡെന്നിയോട്, മിഴിയുണ്ട് കൂടെ എന്ന് പറഞ്ഞാൽ മതി. പ്രഭാകരൻ മിഴിയെ നോക്കി ആ പെൺകുട്ടിയോട് പറഞ്ഞു. ഓക്കെ സർ, ഞാൻ ചോദിക്കാം, സാർ ഇരിക്കും. ഡെന്നിക്ക് വേണ്ടപ്പെട്ട ആരാണെന്ന് മനസ്സിലായതും അവൾ പറഞ്ഞു. ക്യാബിൻ ഡോർ തുറന്ന് അവൾ അകത്തേക്ക് കയറി. സർ, ദേഷ്യത്തിൽ നിന്ന് ഡെന്നിയെ നോക്കി അവൾ വിളിച്ചു. വാട്ട്? അവൻ അവൾക്ക് നേരെ അലറി. സർ, ആരോ കാണാൻ വന്നിരിക്കുന്നു, അർജന്റാണെന്നാ പറഞ്ഞത്. അവൾ പേടിച്ച് പറഞ്ഞു. നോ, ആരും ഇപ്പൊ കാണാൻ പറ്റില്ല. ആർ യു പ്ലീസ് ഗോ ഔട്ട്. അവൻ അവൾക്ക് നേരെ അലറി. ആ പെൺകൊച്ചി കിട്ടിയ ജീവനം കൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. എന്തായി മോളെ? പുറത്തേക്ക് എത്തി കിടക്കുന്ന ആ പെൺകുട്ടിയെ നോക്കി പ്രഭാകരൻ ചോദിച്ചു. ഇപ്പൊ ആരെയും കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു. സാർ കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ, അവൾ ദയനീയമായി ചോദിച്ചു. ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞോ? മിഴി അത് കേട്ട് ചോദിച്ചു. അത് കേട്ട് അവളിൽ നിന്ന് തലയാട്ടി.
മിഴി നിർബന്ധപൂർവ്വം പ്രഭാകരന്റെ കയ്യിൽ നിന്നിറങ്ങി. നടക്കാൻ വയ്യെങ്കിലും ഒരുവിധം കോൺഫിഡൻസ് ആളുടെ മുന്നിലെത്തി ഡോറ് തുറക്കാൻ നോക്കി. ആ കുഞ്ഞി കൈകൾ വെച്ച് തള്ളിയിട്ടും അത് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൈ വേദനിച്ചിട്ടും അവൾ തള്ളിക്കൊണ്ടിരുന്നു. മോളെ എന്താ ഈ കാണിക്കണ്, ഇങ്ങോട്ട് വന്നേ. പ്രഭാകരൻ അവളെ എടുക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. വേണ്ട വിട്, എനിക്ക് പപ്പേനെ കാരണം. അവൾ അയാളുടെ കൈ വിടുവിച്ച് ഡോറിൽ തള്ളിക്കൊണ്ട് പറഞ്ഞു. മിഴി പപ്പ എന്ന് പറയുന്ന കേട്ട് മറ്റേ പെണ്ണിന്റെ കണ്ണ് ഇപ്പോൾ പുറത്തു വരുന്നായി. ഡെന്നിയുടെ കല്യാണം കഴിഞ്ഞെന്നത് അവിടെ ആർക്കും അറിയില്ലായിരുന്നു. പ്രഭാകരൻ മിഴിയെടുക്കാൻ നോക്കി പരാജയപ്പെട്ടു. അപ്പോഴേക്കാരോ ഹാളിന്റെ ഡോർ തുറന്നു. മിഴി ആ ഗ്യാപ്പിൽ കൂടെ അകത്തേക്ക് ഓടിക്കയറി. അകത്തെ നിശബ്ദതയിൽ മിഴിയുടെ ചെരുപ്പിന്റെ സൗണ്ട് മാത്രം കേട്ടു. എല്ലാവരും പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. മിഴിയെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. പെട്ടെന്ന് എല്ലാവരെയും കണ്ടപ്പോൾ മിഴിയൊന്ന് പകച്ചുപോയി. ഡെന്നി ലച്ചും ഫ്രണ്ടിലായിരുന്നുകൊണ്ട് മിഴിയെ കണ്ടില്ല. ഹൂ ഇസ് ദാറ്റ്? ഡെന്നി ദേഷ്യത്തോടെ ചോദിച്ചു. പപ്പേ. ഡെന്നിയുടെ ശബ്ദം കേട്ടതും അങ്ങോട്ടേക്ക് ഓടിക്കൊണ്ട് മിഴി വിളിച്ചു. ഡെന്നി ഞെട്ടിക്കൊണ്ട് മിഴിയെ നോക്കി. ലച്ചുവിന്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. പപ്പേ. ഡെന്നിക്ക് കാണാൻ പാകത്തിനെത്തിയപ്പോൾ മിഴി ഒന്നുകൂടെ വിളിച്ചു. മിഴിയുടെ തലയിലെ കെട്ടും കയ്യിലെയും കാലിലെയും കെട്ടുവും കണ്ടപ്പോൾ ഡെന്നിക്ക് ഹൃദയം നിലച്ച പോലെ തോന്നി. ലച്ചു നിന്നിടത്ത് നനങ്ങാതെ തരിച്ചു നിന്നു. കുഞ്ഞാ, അവൻ ഇടറിക്കൊണ്ട് വിളിച്ചു. പപ്പേ. ഡെന്നിയുടെ വിളിയേട്ടതും അത്രയും നേരം അടക്കി പിടിച്ച സങ്കടമെല്ലാം കരച്ചിൽ ശീലുകളായി പരിണമിച്ചു. കുഞ്ഞാ. ഡെന്നി കാറ്റുപോലെ പാഞ്ഞു വന്ന് അവളെ എടുത്ത് ഉയർത്തി. അവിടെയുള്ള എല്ലാവരും എന്താണ് സംഭവം എന്നറിയാതെ അത്ഭുതപ്പെട്ട് നിന്നു. ഡെന്നിയുടെ മോളാണെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അനു തലകറങ്ങി പോലെ നിന്നു. എന്താടാ പറ്റിയ എന്റെ കുഞ്ഞിനെ? എന്താ പറ്റിയത്? ഇതൊക്കെ എന്താ? അവൻ അവളുടെ നെറ്റിയിലും കയ്യിലും കാലുമെല്ലാം മാറി മാറി തൊട്ടുകൊണ്ട് ചോദിച്ചു. ഞാൻ വീണു പപ്പേ, കളിച്ചപ്പോ വീണതാ. എനിക്ക് നല്ല വേദന എടുത്തു, കൊറേ ചോര വന്നു പപ്പേ. ഞാൻ പേടിച്ചു പോയി. മേലൊക്കെ നല്ല വേദന ഉണ്ട് പപ്പേ ഇപ്പോഴും. അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മിഴിയുടെ കണ്ണുനീർ ഡെന്നിയെ പൊളിച്ചു. അവൾ വിരുമ്പിക്കൊണ്ടിരുന്നു. കരയിലട കുഞ്ഞ, പപ്പ വന്നല്ലോ. എന്റെ മോൾക്കിനി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പപ്പ ഉണ്ട് കൂടെ, കരയണ്ട കേട്ടോ. പപ്പയുടെ കുഞ്ഞ സ്ട്രോങ് അല്ലേ? അവൻ അവിടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ സ്ട്രോങ്ങാ. മിഴി കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. ഡെന്നി അവളുടെ നെറ്റിയിലും കാലിലും കയ്യിലുമെല്ലാം മാറി മാറി മുത്തി. ഇത്രയും നേരം കളിച്ചിരുന്ന ഡെന്നിയാണോ ഇതെന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് മിഴി കുറച്ചു മാറി തറച്ചു നിൽക്കുന്ന ലച്ചുവിനെ കണ്ടത്. അമ്മേ. ലച്ചുവിനെ നോക്കി സങ്കടത്തോടെ മിഴി വിളിച്ചു. ആ ഒരു വിളിയുടെ ബലത്തിൽ ലച്ചു അവരുടെ അടുത്തേക്ക് പാഞ്ഞു. മോളെ, എന്താടാ? അമ്മയുടെ പൊന്നിനെന്താ പറ്റിയേ? വേദനിച്ചോടാ വാവേ? അവൾ മിഴിയെ ഡെന്നിയുടെ കയ്യിൽ നിന്നുമായി കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എന്താ വേദൂത്? നീ ഇങ്ങനെ കരഞ്ഞു മോളെ പീഡിപ്പിക്കല്ലേ? അവൾ കുഴപ്പമില്ല, കണ്ടില്ലേ? ഡെന്നി മിഴിയെ വാങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇച്ചായ. അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. അവളുടെ ആ നീക്കം ഡെന്നി പ്രതീക്ഷിച്ചില്ല. തന്റെ നെഞ്ചിൽ ചാരി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവന്റെ ഹൃദയമിടിപ്പ് കൂടി. പതിയെ അവന്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചു. ഒന്നുമില്ലടാ, കരയല്ലേ? ഡെന്നി അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇച്ചായ, നമ്മുടെ മോള് വേദനിച്ച് കാണില്ല ഇച്ചായ, നമ്മുടെ മോൾക്ക്. അവൾ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ലച്ചു നമ്മുടെ മോൾ എന്ന് പറഞ്ഞതിന്റെ ഷോക്കിലായിരുന്നവൻ. അവന്റെ കാലുകൾക്ക് ബലം കുറയുന്ന പോലെ തോന്നി. മിഴിയുടെ ശബ്ദമാണ് അവനെ തിരികെ കൊണ്ടുവന്നത്. കാര്യമില്ല അമ്മേ, എനിക്ക് കുഴപ്പമില്ല അമ്മേ. ഞാൻ പപ്പയത് സ്ട്രോങ് ചെയ്യലല്ലേ. ലച്ചു കയ്യും താറ്റോ. ലച്ചുവിന്റെ കണ്ണുടച്ചുകൊണ്ട് മിഴി പറഞ്ഞു. ലച്ചു പതിയെ ഡെന്നിയുടെ നെഞ്ചിൽ ചാരിയുന്നുണ്ട് ഇരുവരെയും നോക്കി. ഇതൊക്കെ കണ്ട് ഇനി പോവാൻ കിളികളൊന്നും ബാക്കിയില്ലെന്ന രീതിയിൽ അവിടെയുള്ളവരിരുന്നു. കുറച്ചു സമയം ഡെന്നിയുടെ നെഞ്ചിൽ തന്നെ ചാരിയുന്നതിന് ശേഷമാണ് ലച്ചുവിന് താൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചുള്ള ബോധം വന്ന്. അവൾ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് അവനിൽ നിന്ന് അടർന്നു മാറി. ലച്ചുവിന് ഡെന്നിയെ നേരിടാൻ ഒരു സമ്മൽ തോന്നി. അവൾ അവനിൽ നിന്ന് ഓട്ടം മാറ്റിക്കൊണ്ട് ചുറ്റും നോക്കി. അപ്പോഴാണ് അവരെ മൂന്നുപേരെയും നോക്കി അന്തമിട്ടിരിക്കുന്ന ബാക്കി എല്ലാവരെയും കാണുന്നത്. ലച്ചുവിന്റെ നോട്ടം പിന്തുടർന്നപ്പോഴാണ് ഡെന്നിയോ അത് കണ്ടത്. പക്ഷെ അവന് വലിയ ഭാവവ്യത്യാസം ഉണ്ടായിരുന്നില്ല. അവൻ മിഴിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നിലേക്ക് നടന്നു. സോ ഗൈസ്, നിങ്ങളുടെ തീരുമാനം പറഞ്ഞില്ല? അവൻ തലകുനിച്ചിരിക്കുന്ന നാലുപേരെയും നോക്കി ചോദിച്ചു. മുമ്പത്തെ ദേഷ്യം ആ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും മിഴി അവന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. അവർ നാലുപേരും എന്തു മറുപടി കൊടുക്കണമെന്നറിയാതെ പരസ്പരം നോക്കി. നിങ്ങൾക്ക് പറയാനില്ലാത്തതുകൊണ്ട് ഇനി ഞാൻ പറയാം. നിങ്ങളെ നാലുപേരെയും തൽക്കാലം ടീമിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. അവർ നമുക്കൊരു അവസരം കൂടി തന്നിട്ടുണ്ട്. സോ മഹേഷ് ആയിരിക്കും അതിന്റെ ടീം ലീഡർ. വിത്തിൻ 1 വീക്ക് എനിക്ക് ഫുൾ വർക്ക് കംപ്ലീറ്റ് ആയി കിട്ടണം. ഗോട്ട് ഇറ്റ്? അവൻ മഹേഷിനെ നോക്കി ചോദിച്ചു. യെസ് സർ, മഹേഷ് മറുപടി പറഞ്ഞു. സോ മഹേഷ്, നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കാം. ബാക്കി ഡീറ്റെയിൽസ് വേദു പറഞ്ഞുതരും. അവൻ അത്രയും പറഞ്ഞുകൊണ്ട് മിഴിയും കൊണ്ട് പുറത്തേക്ക് നടന്നു. ഈവനിങ് വിളിച്ചാൽ മതി മഹേഷ്, ഞാൻ ഡീറ്റെയിൽസ് എല്ലാം മെയിലയക്കാം. അതും പറഞ്ഞ് ലച്ചു ഡെന്നിയുടെ പുറകെ നടന്നു. എല്ലാവരും അവർ പോകുന്ന നോക്കി. അനു തളർന്ന കസേരയിലിരുന്നു. കെട്ടിയത് പോട്ടെ, ഒരു കൊച്ചുള്ളതിനെയാണ് ഇത്രയും കാലം വായി നോക്കി നടന്നതെന്നാലോചിച്ച് അവൾ തലയിൽ കൈവച്ച്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അവർ തമ്മിൽ നല്ല മാച്ചാണെന്ന്.
അഞ്ജലി അനുവിന്റെ അടുത്തിരുന്നോണ്ട് പറഞ്ഞു. ശവത്തിലെ കുത്തലടി ശവമേ. അനു അഞ്ജലിയെ നോക്കി പല്ല് കടിച്ചു. അഞ്ജലിക്ക് അവിടെ മുഖം കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു. എടി അവർ ലവ് മാരേജ് ആടി. അഞ്ജലി എന്തോ വലിയ കണ്ടുപിടുത്തം പോലെ പറഞ്ഞു. നിന്നോട് ആര് പറഞ്ഞു? അനു അവളെ നോക്കി നെറ്റി വിളിച്ചു. എടി ഇന്റർകാസ്റ്റ് മാരേജ് അറേഞ്ച്ഡ് ആക്കി നടത്താൻ മാത്രം നമ്മുടെ കേരളം പുരോഗമിച്ചിട്ടില്ല. അഞ്ജലി പൂച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ ബുദ്ധി വിമാനം പോലെയാണല്ലേ? അഞ്ജലിയെ ചൂടി നോക്കിക്കൊണ്ട് അനു ചോദിച്ചു. വിമാനമല്ല, റോക്കറ്റ്. അഞ്ജലി വിളിച്ചുകൊണ്ട് പറഞ്ഞു. അനു അവൾക്ക് നേരെ കൈകൂപ്പി. പൊന്നു കുഞ്ഞെ, വെറുതെ വിട് എന്ന രീതി. അവിടെയുള്ള ബാക്കി എല്ലാവരുടെയും ചർച്ചാ വിഷയം ഡെന്നിയും ലച്ചുവും മിഴിയുമായിരുന്നു. മിഴി ഡെന്നിയുടെ മോളാണെന്ന് മഹേഷ് കൂടെ ഉറപ്പിച്ച് പറഞ്ഞോടെ അതിനൊരു തീരുമാനമായി എന്ന് പറഞ്ഞ് എല്ലാവരും അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു. ലച്ചു ഡെന്നിയുടെ ക്യാബിലേക്ക് ചെന്നപ്പോൾ അവൻ മിഴിയെയും എടുത്ത് കണ്ണുകളടച്ച് ചെയറിൽ ഇരിക്കുകയായിരുന്നു. മിഴി അവന്റെ നെഞ്ചിൽ ചാരിയിരിക്കുകയാണ്. മിഴിയുടെ മുഖത്ത് വരുന്ന ഭാവ്യത്യാസങ്ങളിൽ തന്നെ അവൾ അനുഭവിക്കുന്ന വേദന വ്യക്തമാണ്. അതിലും വേദന ഡെന്നിയുടെ മുഖത്തുണ്ട്. അവന്റെ കൈകൾ വേദനിപ്പിക്കാത്ത രീതിയിൽ മിഴിയെ തഴുകുന്നുണ്ട്. ലച്ചു മെല്ലെ അവരുടെ അടുത്തേക്ക് വന്ന് കൈയെടുത്ത് മിഴിയുടെ നെറുകയിൽ തലോടി കുനിഞ്ഞ അവളുടെ നെറ്റിയിൽ മുത്തമിട്ടു. ലച്ചുവിന്റെ ശ്വാസമേറ്റതും ഡെന്നി കണ്ണുകൾ തുറന്നു. ഇന്ന് പക്ഷെ തൊട്ടടുത്തുള്ള അവളുടെ സാമീപ്യം അവന്റെ മനസ്സിനെ വ്യതിചലിപ്പിച്ചില്ല. അവൻ ആ സമയം മിഴിയുടെ പപ്പ മാത്രമായിരുന്നു. ലച്ചു ഉയർന്നു അവൻ അവൾ നോക്കിയൊരു വരണ്ട ചിരി നൽകി. അച്ഛൻ പോയോ? അവൻ ചോദിച്ചു. ഞാൻ പൊക്കോളാൻ പറഞ്ഞു. മരുന്ന് കഴിക്കേണ്ടതല്ലേ, പോരാത്തിൽ നിന്ന് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും, ലച്ചു പറഞ്ഞു. മറുപടിയായി അവനൊന്ന് മൂളി. പപ്പേ. മിഴി വേദന കൊണ്ട് ചുളിയ മുഖമായി വിളിച്ചു. എന്താണ് കുഞ്ഞ്, വേദനിക്കുന്നുണ്ടോ? അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു. അവളുടെ കുഞ്ഞി ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. ലച്ചു മെല്ലെ അവളുടെ മുറിവിൽ തലോടിക്കൊണ്ടിരുന്നു. ഇപ്പൊ മാറും, എന്റെ മോൾക്ക് അറിയണ്ട കേട്ടോ. ഉള്ളിലെ സങ്കടം മറച്ചു പിടിച്ചുകൊണ്ട് ലച്ചു പറഞ്ഞു. നമുക്ക് വീട്ടിൽ പോവാൻ പപ്പേ, അമ്മ എനിക്ക് വീട്ടിൽ പോകാനും. മിഴി രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. പോവടാ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം കേട്ടോ. പപ്പയുടെ കുഞ്ഞെ വിഷമിക്കണ്ട, പപ്പുണ്ടടാ കൂടെ. ഡെന്നി അവളുടെ മുഖത്ത് മേലെ വെല്ലോടിച്ചുകൊണ്ട് പറഞ്ഞു. പോവാ പപ്പേ, വാ. മിഴി കരഞ്ഞു തുടങ്ങിയിരുന്നു. വൈകിക്കാതെ തന്നെ ഡെന്നിയും ലച്ചുവും മിഴിയെയും കൂട്ടി ഇറങ്ങി. മിഴിക്ക് വയ്യാത്തതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ചാണ് ഡെന്നി കാർ ഓടിച്ച്. ഫ്ളാറ്റിലെത്തുമ്പോഴേക്കും മിഴി ലച്ചുവിന്റെ മടിയിൽ നിന്ന് ഉറങ്ങിയിരുന്നു. മരുന്നിന്റെ ക്ഷീണം കാരണം ഉറങ്ങുമെന്ന് അറിയാവുന്നതുകൊണ്ട് കാർ നിർത്തിയിട്ടും അവൾ ഉണർത്തിയില്ല. ഡെന്നി മിഴിക്ക് വേദനിക്കാത്ത രീതിയിൽ അവളെ എടുത്തുകൊണ്ട് നടന്നു. പുറകെ അവരെ തന്നെ നോക്കിക്കൊണ്ട് ലച്ചു. ഫ്ളാറ്റിന്റെ ഡോർ തുറന്നു മായും ട്രീസയും കണ്ണിറച്ചുകൊണ്ട് ഓടി വന്നു. എന്നതാണ് ഡെന്നി, എന്റെ കൊച്ചിന് പറ്റിയത്? വീണ് നെറ്റുകൂട്ടി എന്നൊക്കെ പറഞ്ഞല്ലോ. ഏയ് അമ്മച്ചി, കുഴപ്പമൊന്നുമില്ല. അമ്മച്ചി ഒച്ച വെച്ച് മോളെ എഴുന്നേൽപ്പിക്കില്ലേ. മരുന്നിന്റെ ക്ഷീണം കാരണം ഉറങ്ങിയതാ. ഇത്രയും സമയം വേദന എടുക്കുന്നെന്ന് പറഞ്ഞ കരച്ചിലായിരുന്നു. ഡെന്നി മുറിയിലേക്ക് നടക്കുന്നതിനിടെ പറഞ്ഞു. ഈശ്വര, എന്റെ കുഞ്ഞിന് കണ്ണ് തട്ടിയിട്ടുണ്ടാവും, ഞാനൊന്ന് ഒഴിഞ്ഞിടട്ടെ. മായ സാരി തലപ്പുകൊണ്ട് കണ്ണുടച്ച് അടുക്കളയിലേക്ക് നടന്നു.